2024 ഇതുവരെ ഇറങ്ങിയതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് തന്നെയാണ് ദ പെൻഗ്വിൻ. 2022 റിലീസായ ദ ബാറ്റ്മാൻ എന്ന മൂവിയിൽ നമ്മൾ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഗ്ലിംസ് കണ്ടിരുന്നു. പക്ഷെ മോർ ദാൻ ദാറ്റ് ആ ഒരു ക്യാരക്ടർ എന്താണ് എന്ന് ശരിക്കും പോർട്രേ ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ് ദ പെൻഗ്വിൻ. ഇത് വെറും ഒരു സീരീസ് അല്ലാതെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ക്യാരക്ടർ സ്റ്റഡി നടത്തിയത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് അവസാനത്തെ 8 എപ്പിസോഡ് വരെ എവിടെ പോലും ഒരു ഡിസപ്പോയിന്റ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാതെ ഓരോ ക്യാരക്ടേഴ്സ് കടന്നു പോകുന്ന ചില ഇമോഷണൽ ആയിട്ടുള്ള ചില അവസ്ഥകളുണ്ട്. ഓരോ ഇമോഷണൽ സ്ട്രഗിൾസും അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് എന്തായിരുന്നു, എങ്ങനെയാണ് ഹൗ സൊസൈറ്റി ടേൺസ് പീപ്പിൾ ടു വില്ലൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സീരീസ് പോർട്രേ ചെയ്തിട്ടുള്ളത്. എൻ്റെ എടുത്തു പറയേണ്ടത് കോളിൻ ഫാരലിന്റെ ആ ഒരു ദ പെൻഗ്വിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ഓസ്വേൾഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ എല്ലാ രീതിയിലും അത് ആ ഒരു ക്യാരക്ടറായിട്ട് ശരിക്കും ആള് അങ്ങ് ശരിക്കും ചേഞ്ച് ആവുമായിരുന്നു, ആ ഒരു ട്രാൻസ്ഫർ ചെയ്യായിരുന്നു എന്നുള്ള ഒരു ഫീല് നമുക്ക് പലയിടത്തും കിട്ടും. ഈവൻ ആ ഒരു ക്യാരക്ടർ സംസാരിക്കുമ്പോഴും ആ ഒരു ക്യാരക്ടറിന്റെ നടത്തത്തിലും ആ ഒരു ചില ആക്ഷൻസ് ഒക്കെ ഉണ്ട്, ഒരു മാനറിസംസ് ഒക്കെ, അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു പ്രോസ്തറ്റിക് മേക്കപ്പ് അത് ശരിക്കും നമ്മളെ ഞെട്ടിച്ച് കളയുന്ന ഒരു മേക്കപ്പ് തന്നെയായിരുന്നു ഇതിൽ. പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടർ കടന്നു പോയിട്ടുള്ള ആ ഒരു മേക്കപ്പ് പ്രൊസീജിയേഴ്സിന്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം നേരത്തെ ഒരു സ്ട്രഗിൾ ആണ് ആ ഒരു മേക്കപ്പ് ഇട്ടിട്ടുള്ളത് നമുക്ക് അതിൽ മനസ്സിലാവും. അതിന്റെ നെക്സ്റ്റ് ഇയറിലത്തെ എമ്മി അവാർഡ്സിൽ എന്തായാലും നല്ല ബെസ്റ്റ് മേക്കപ്പിനുള്ള ഒരു അവാർഡ് ഈ സീരീസിന് കിട്ടണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹിച്ച ഒരു പ്രോസ്തെറ്റിക്സ് ആ ഒരു മേക്കപ്പ് ആയിരുന്നു ഇതിൽ നമുക്ക് കാണാൻ പറ്റിയത്. ആൻഡ് അതർവൈസ് ആ ഒരു ക്യാരക്ടറിന്റെ ഒരു സൈക്കോളജിക്കലി ആ ഒരു ക്യാരക്ടറിനോടുള്ള ഒരു അപ്രോച്ച് ആൻഡ് അതുപോലെ ആ ഒരു ക്യാരക്ടറിന്റെ ചൈൽഡ്ഹുഡ് എല്ലാത്തിനും ആ ഒരു കാസ്റ്റിങ്ങിനെയാണ് എടുത്തു പറയേണ്ടത്. ഈവൻ നമ്മളിപ്പോൾ പെൻഗ്വിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ കോമിക്സ് ആയാലും ഈവൻ ബാറ്റ്മാൻ ആർക്കം നൈറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമിൽ ആ ഒരു പെൻഗ്വിൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും, ആ ഒരു ഗ്ലിംസുകളൊക്കെ. അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് എങ്ങനെ സംതിങ് യുണീക്ക് ആ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു സീരീസിൽ കൊണ്ടുവരാമെന്നുള്ളത് അവർ സീരിയസ് ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആൻഡ് അതർ ദാൻ ദാറ്റ് മറ്റുള്ള ക്യാരക്ടേഴ്സ് ഈവൻ സോഫിയ ഫാൽക്കൺ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ആൻഡ് അതുപോലെ പെൻഗ്വിന്റെ ആ ഒരു അമ്മയുടെ ഒരു ക്യാരക്ടർ, ഒരു ഹെൽപ്പർ ആയിട്ടുള്ള ഒരു വിക്ടർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അങ്ങനെ കുറെ അധികം നല്ല നല്ലൊരു ക്യാരക്ടേഴ്സിന്റെ സൈഡ് സ്റ്റോറീസും അത് ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. ആൻഡ് പിന്നീട് അങ്ങനെ അങ്ങനെ പോയി അവസാനം 8 എപ്പിസോഡ് വരെ ഒരു എപ്പിസോഡിൽ പോലും ഇത് അനാവശ്യമായി തോന്നി അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു, ഇവിടെ വളരെയധികം ബോറാക്കി എന്നുള്ള ഒരു ഫീലിംഗും തരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈവൻ സൈഡ് സ്റ്റോറീസ് ആണെങ്കിലും അതിൽ കൊണ്ടുവച്ചിട്ടുള്ള ഓരോരോ സെനാരിയോസ് ആണെങ്കിലും ഒക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് ആ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതിന്റെ ആ ഒരു ഗോതമിനെ ഒരു ക്യാപ്ചർ ചെയ്തിട്ടുള്ള പല സീനറികളും വെറുതെ നമ്മളൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു ഭാഗം വെറുതെ വാൾപേപ്പർ ആയിട്ട് വെക്കാൻ പറ്റും. അത്രത്തോളം ആ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു സ്റ്റോറിക്കും ആ ഒരു സ്ഥലത്തിനും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ പലയിടത്തും കാണാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ഇറങ്ങിയ 2022 ബാറ്റ്മാൻ മൂവിയിൽ എങ്ങനെയാണോ ആ ഒരു ക്ലൈമാക്സ് എവിടെയാണ് ആ സിനിമ അവസാനിച്ചിട്ടുള്ളത് അതിനുശേഷം നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഇതിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതിന് എവിടെയും ആ ഒരു ബാറ്റ്മാന്റെ ആ ഒരു അപ്പിയറൻസ് എവിടെയും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഇവരെ കുറിച്ചിട്ടാണ് ഈ സീരീസ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഓസ്വാൾഡ് കോബിൾപോൾട്ട് എന്ന് പറയുന്ന പെൻഗ്വിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എങ്ങനെയാണ് മോൾഡപ്പ് ആയത്, ഓരോരോ സൊസൈറ്റിയും അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസും എങ്ങനെയാണ് ഓരോരോ ആൾക്കാരെ ഇങ്ങനെയാക്കി മാറ്റുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇതിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് അതിലത്തെ ഓരോരോ സംഭവങ്ങളും അല്ലെങ്കിൽ ഓരോരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള ഒരു സിഗ്നേച്ചർ പല സീനുകളിലും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സംതിങ് ബിഗ് ഇസ് കമ്മിങ് എന്നുള്ള രീതിയിലാണ് ഈ സീരീസിന്റെ അവസാനം കൊണ്ട് നിർത്തിയിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട സീരീസ് ലവേഴ്സ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സീരീസ് എക്സ്പീരിയൻസ് ആണ് ദ പെൻഗ്വിൻ. മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് സീരീസ് ആക്കി മാറ്റിയത്, പക്ഷെ ഇതൊക്കെയാണ് സീരീസ് ആക്കി മാറ്റേണ്ടത് എന്ന് പറയിപ്പിക്കുന്ന ഒരു സീരീസ് തന്നെയാണ് ദ പെൻഗ്വിൻ. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക.